എത്ര അധിനിവേശം നടത്തിയാലും, എത്ര വീടുകൾ ഇടിച്ചു നിരത്തിയാലും, എത്രയെത്ര കൃഷിയിടങ്ങൾ തീയിട്ട് ചുട്ടാലും, എത്ര മനുഷ്യരെ ബോംബിട്ട് കൊന്നു തീർത്താലും ഫലസ്തീൻ ആ രാജ്യത്തെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കാൻ സാധ്യമേയല്ല. ഓർമ്മയുണ്ടോ, ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തു പലായനം ചെയ്യുന്നതിനിടെ ഒരു കുഞ്ഞു ബാലിക തൻ്റെ കയ്യിൽ ഒരു ചെടിയുമായി യാത്ര ചെയ്ത സംഭവം വർത്തമാനകാലത്ത് അതൊരു സിമ്പലായിരുന്നു. എത്ര ഇരുത്തെറിയാൻ ശ്രമിച്ചാലും, എത്ര ജലം വറ്റിച്ചു തീർത്താലും അത് കിളിർത്ത് വരുമെന്ന സന്ദേശം. അവിടെയാണ് നെതന്യാഹു പറയുന്നത് ഫലസ്തീൻ എന്നൊരു രാഷ്ട്രം ഇനിയില്ല എന്ന്. എന്നാൽ മിസ്റ്റർ നെതന്യാഹു ഓർക്കുക, ഫലസ്തീനാണ് രാഷ്ട്രം, ഫലസ്തീൻ മാത്രമാണ് രാഷ്ട്രം. സഫേദും നെസ്രത്തെയും ടൈബർഗിസും ബൈസനും ജനിനും നബ്ലൂസും ദുക്രാമും ജാഫയും റാമല്ലയും ഗസയും ജെറുസലേമും ഹെബ്രോണും ഡെഡ് സീയും ഭീർഷേബിയും എല്ലാം ചേർന്ന ഫലസ്തീൻ രാജ്യം, അതുമാത്രമാണ് രാജ്യം. ഇസ്രയേൽ ഈ ഫലസ്തീൻ രാഷ്ട്രത്തിൽ അതിക്രമിച്ചു കടന്ന ഇവിടുത്തെ മനുഷ്യരെ കൊന്നൊടുക്കിയും അവരുടെ ഭൂമിയും വീടും കൊള്ളയടിച്ചും കെട്ടിപ്പടുത്ത കുടിയേറ്റക്കാർ മാത്രമാണ്. എത്ര കാലം നിങ്ങളിത് തുടർന്നാലും ഫലസ്തീൻ തന്നെയാണ് രാജ്യമെന്ന് ലോകം അംഗീകരിക്കും. അതുകൊണ്ടാണ് ചോര തുപ്പിയുള്ള ഇസ്രയേലിൻ്റെ ഈ ഭീകര താണ്ഡവങ്ങൾക്കിടയിലും ഈ ഭീകരതയോട് യോജിക്കാതെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ലോകമൊന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഫ്രാൻസിൽ ഒരു പതാക ഉയർന്നു. യൂറോപ്യൻ യൂണിയന്റെയും ഫ്രാൻസിന്റെയും പതാകക്ക് നടുവിലായി പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും രക്തപങ്കിലമായ ഏടുകൾ തുന്നിപ്പിടിപ്പിക്കുന്ന ഫലസ്തീൻ്റെ പതാക ഏത് രാജ്യത്താണെന്ന് നോക്കണം. അഫ്ഗാനിലും ഇറാഖിലും ചോരക്കൊതിയനായ അമേരിക്കയോടൊപ്പം ചേർന്ന് ആക്രമണങ്ങൾക്ക് മുന്നിൽ നിന്ന ഫ്രാൻസ്, കടുത്ത മുസ്ലിം വിരുദ്ധതയ്ക്ക് പേരുകേട്ടിരുന്ന ഫ്രാൻസ്, തീവ്ര വലതുപക്ഷത്തിൻ്റെ കൈകളിൽ പെട്ടിരുന്ന ഫ്രാൻസ്, ആ ഫ്രാൻസിൽ പോലും ഇപ്പോൾ ഫലസ്തീനു വേണ്ടിയുള്ള വികാരമാണ്. ഓസ്ട്രേലിയയും യു കെയും ഫലസ്തീനെ അംഗീകരിച്ചിരിക്കുകയാണ്. യു കെയിൽ ഫലസ്തീൻ രാജ്യത്തിൻ്റെ എംബസി തുറന്നിരിക്കുകയാണ്. കടുത്ത തീവ്ര വലതുപക്ഷത്തിൻ്റെ എതിർപ്പിനിടയിലും എംബസി തുറക്കാൻ മുന്നോട്ട് വന്ന യു കെ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുകയാണ്. ഫ്രാൻസിനോടൊപ്പം സ്പെയിനും ചൈനയും ബെൽജിയവും ലുക്സംബർഗും മൊണോക്കോയും മറ്റ് 6 രാജ്യങ്ങൾ കൂടി ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുകയാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ മനോഭാവത്തിൽ പോലും ഫലസ്തീനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു എത്ര ആണയിട്ട് ഫലസ്തീൻ രാഷ്ട്രമില്ലെന്ന് പറഞ്ഞാലും അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ ആകെയുള്ള 193 രാജ്യങ്ങളിൽ 147 രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നു എന്നത് ഇസ്രയേലിനുള്ള തിരിച്ചടിയും ഫലസ്തീനുള്ള അംഗീകാരവുമാണ്. ഫലസ്തീന് വേണ്ടിയുള്ള ഈ ആളിക്കത്തലും അഭ്യർത്ഥനകളും തുടരുക തന്നെ ചെയ്യും. ഇസ്രയേൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണോത്സുകത ജാള്യതയിൽ നിന്നും തകർച്ചയിൽ നിന്നുമുള്ളതാണ്. പണ്ടേ നീ സ്വയം അണയുകയും വിളക്കണക്കുകയും ചെയ്യുകയാണല്ലോ എന്ന കവിവാക്യം പോലെ ഇസ്രയേൽ സ്വയം കത്തിത്തീരുകയാണ്. പക്ഷേ ആളെ കൊന്നാൽ ഗസക്കാർ മരിച്ചാൽ ഫലസ്തീൻ മരിക്കുമെന്ന ധാരണകൾ വെറും മിഥ്യകൾ മാത്രമാണ് എന്ന് ലോകം തിരിച്ചറിയുന്നു. അമേരിക്കയുടെ രാജ്യമെന്ന് പറയുന്ന ദക്ഷിണ കൊറിയയിൽ പോലും ഫലസ്തീനുകൾക്ക് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നു എന്നത് ഒരു വികാരമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേൽ അവരുടെ തകർച്ചയ്ക്ക് മുൻപുള്ള ഒരു ആളിപ്പടരൽ പോലെ ഇപ്പോൾ സ്വയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്തിൽ നിലക്കുന്നൊരു സമയമുണ്ട്. അവിടെ ഫലസ്തീൻ പതാകകൾ പാറിപ്പറക്കും. Waytonikah.com, the exclusive Muslim matrimonial site.